പിന്നെ ഉള്ളത് അഞ്ചാമത്തെ പാഠം. അഞ്ചാമത്തെ പാഠം വെച്ചാൽ ഫുൾ കോമഡിയാണ്. അതിന് ഫുൾ കോമഡിയാണ് പറയുന്നത്. അത് നമ്മൾ റെക്കോർഡിലെല്ലാം ചെയ്തുകൊണ്ട് നമുക്ക് വേഗം പാഠം പഠിക്കാൻ കഴിയും. അതിൽ ഒന്നാമത് പഞ്ചുലി എന്ന് പറയുന്നത്. പഞ്ചുലി എന്ന് വെച്ചാൽ ഫൈനൽ പാർട്ട് ഓഫ് എ ജോക്ക്. തമാശന്റെ ഫൈനൽ പാർട്ടാണ് പഞ്ചുലി എന്ന് പറയുന്നത്. പിന്നെ പഠിക്കാനുള്ളത് കൊമിക് ക്യാരക്ടേഴ്സ്. അതായത് എന്താണ് മൈ ഫേവറേറ്റ് കൊമിക് ക്യാരക്ടേഴ്സ് നോട്ടിൽ കൊടുത്തത് ചോട്ടാ ഭീമൻ. പിന്നെ ഉള്ളത് ലിമറിക്സ്. ലിമറിക്സ് എന്ന് വെച്ചാൽ ലിമറിക്സ് എന്ന് വെച്ചാൽ ഹ്യൂമറസ് പോയമാണ്. തമാശ പോയമാണ്. 5 ലൈനാണുള്ളത്. 1ഉം 2ഉം 5ഉം റൈമിംഗ് വേർഡ്സ് ആയിരിക്കും. അതുപോലെ 7 മുതൽ 8 വരെ സിലബസ് ആയിരിക്കും. അതുപോലെ 3ഉം 4ഉം റൈമിംഗ് വേർഡ്സ് ആയിരിക്കും. അത് അതിൽ 5 മുതൽ 7 വരെ സിലബസ് ഉണ്ടാവും. സിലബസ് അപ്പോൾ അത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. വാട്ട് ഇസ് ലിമറിക്സ് എന്ന് ചോദിക്കില്ല, 1 വേർഡേ ചോദിക്കും. പിന്നെ ഇത് സിലബസ് എണ്ണാൻ പറ്റുന്നുണ്ടാവും. ഒരു പേരാണ് ടീയിൽ എത്ര സിലബസ് ഉണ്ട്, ഒരു സെന്റൻസ് ആണ് ടീയിൽ എത്ര സിലബസ് ഉണ്ട്, അത് ചോദിക്കും. അത് 3ാമത്തെ പാഠത്തിൽ കണക്ട് ചെയ്തിട്ട് വരുന്നത്. പിന്നുള്ളത് അമ്യൂസിംഗ് ആർട്സ്. അതായത് ഏതെങ്കിലും ആഡ്സിനെ കുറിച്ച്, അതായത് ഹാവ് എ കിറ്റ് കാറ്റ്, ഹാവ് എ ബ്രേക്ക്, ഹാവ് എ കിറ്റ് കാറ്റ്, അട്ടർലി ബട്ടർലി ഡെലിഷ്യസ്, ഈറ്റ് 5 സ്റ്റാർ, ഡു നത്തിങ്, അങ്ങനത്തെ ഇല്ലേ, അതാണ്. അത് ഈസിയാണ്. നമ്മൾ പരസ്യം കണ്ടില്ല. പിന്നെ അഡ്വർടൈസ്മെന്റിനെ കുറിച്ച് ചോദിക്കും. അഡ്വർടൈസ്മെന്റ് ചിലപ്പോൾ അങ്ങനെയാണ് അഡ്വർടൈസ്മെന്റ് ആൾക്കാർ ഇൻഫ്ലുവൻസ് ചെയ്തത്. അത് നോട്ടിലുണ്ട്. അതിങ്ങനെ അഡ്വർടൈസ്മെന്റ് എന്ന് പറയുമ്പോൾ ആൾക്കാർ വാങ്ങിക്കുന്ന സമയത്ത്, ആൾക്കാർ ടി വിയിൽ കാണുന്ന സമയത്ത് നമുക്ക് തോന്നും വാങ്ങണോ, നമുക്ക് അഡ്വർടൈസ് ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ എന്ത് വാങ്ങും, അത് നോട്ടിലുണ്ട്. അതിങ്ങനെ വായിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് ഇതാക്കാം. പിന്നെ അഡ്വർടൈസ്മെന്റ് അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും ഇത് അധികം ചോദിക്കുന്നതാണ്. അഡ്വാൻറ്റേജ് എന്താണ് നമുക്കൊരു പരസ്യങ്ങളിൽ നമുക്ക് ആ സാധനത്തിന്റെ ഫേസിങ്, ആ സാധനം ഇങ്ങനെ വിൽക്കാൻ കഴിയും. നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് നമുക്ക് ഏതാണെന്ന് മനസ്സിലാവും. ആൾക്കാരെ നമുക്ക് ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെ അത് നോട്ടിൽ എഴുതിയത്. പിന്നുള്ളത് ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ കുറേ വേണ്ടാത്ത സാധനങ്ങൾ വെറുതെ ഇങ്ങനെ വാങ്ങി വെക്കാം, അതിനൊരു സ്റ്റീരിയോ ടൈപ്പ് ഉണ്ടാക്കാം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. പിന്നെ നമ്മൾ ടിപ്സ് ചോദിക്കും. ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ടിപ്സാണ് വേണ്ടത്. അതായത് ആ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി നോക്കാം, അതുപോലെ പ്രൈസ് വാല്യൂ, മാർക്കറ്റിലെ പ്രൈസ് വാല്യൂ, ഡെലിവറി ടൈം, അതിൽ നോക്കാം. അതിൽ നോട്ടുണ്ട്. ഇതിൽ വേണമെങ്കിൽ 2 മാർക്കിന് 4 മാർക്കിന് ചോദിക്കാം. ചിലപ്പോൾ പിന്നെ ഒന്ന് ഇത് ചോദിക്കും, ഒരു അഡ്വർടൈസ്മെന്റ് ഉണ്ടാക്കുന്നിട്ട് ചോദിക്കുമായിരിക്കും. അത് അപൂർവം ചോദിക്കുമായിരിക്കും. നമ്മൾ നോട്ടിലുണ്ട്. അപ്പോൾ നമുക്ക് അഡ്വർടൈസ്മെന്റ് ജേർണലിസ്റ്റ് പഠിച്ചിട്ടില്ലേ, അതുപോലെ എന്തെങ്കിലും എഴുതി കൊടുത്താൽ മതി. ഹെഡിങ് കൊടുക്കും, ചിത്രം മതി. പിന്നെ അത് വേർബൽ ഹ്യൂമർ. അതെന്തായാലും ചോദിക്കും. അത് 1 വേർഡിനെ ചോദിക്കും. ഒന്നാമത്തത് മാലപ്രോപ്പിസം. മാലപ്രോപ്പിസം എന്ന് വെച്ചാൽ അറിയാണ്ടോ അറിഞ്ഞും കൊണ്ടോ നമ്മുടെ ഒരു വേർഡിന്റെ പകരം ഒരു സ്പെല്ലിങ്ങോ അല്ലെങ്കിൽ ഒരു വേർഡ് ഇങ്ങനെ മാറ്റി പറയരുത്. ഇപ്പോൾ ഇതിൽ എക്സാമ്പിൾ കൊടുത്തത് മൈ സിസ്റ്റർ ഹാസ് എൻ എക്സ്ട്രാ സെഞ്ചുറി പെർസെപ്ഷൻ. പക്ഷേ അതിന് വേണം സെഞ്ചുറിന് പകരം സെൻസറിന് വേണ്ടേ. പക്ഷേ സെഞ്ചുറി ആക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കില്ല, മീനിങ് എന്താണെന്ന് മനസ്സിലാക്കില്ല. പക്ഷേ അതിന് സ്പെല്ലിംഗ് തെറ്റ്. അതാണ് മാലപ്രോപ്പിസം എന്ന് പറയുന്നത്. പിന്നെ അയേണി എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ഇപ്പോൾ ഒരു സിറ്റുവേഷൻ അതിന് നേരെ ഓപ്പോസിറ്റ് പറയും. ഇപ്പോൾ ഉദാഹരണത്തിന് ഭയങ്കര മഴ, നമുക്ക് ഭയങ്കര അതായത് ഏടി പോകാന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായി എന്തെങ്കിലും വന്നിട്ട് നമ്മൾ എന്താ അല്ലെങ്കിൽ നമുക്കിപ്പോൾ നല്ല സുഖം കിട്ടില്ല, നമ്മൾ നേരെ ഓപ്പോസിറ്റ് എന്ന് പറയില്ല. അതിനാണ് അയേണി എന്ന് പറയുന്നത്. ഇപ്പോൾ ഓവർ സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ നമ്മൾ ഓവറായിട്ട് പറയില്ലേ. നമ്മുടെ ക്ലാസ്സിൽ എല്ലാവരും ഓവർ സ്റ്റേറ്റ്മെന്റ് പറയും. ഉദാഹരണത്തിന് ഞാൻ എക്സാമ്പിൾ പറയാൻ വേണ്ടി പറഞ്ഞത്, ഇപ്പോൾ അത് നല്ല വിശപ്പുണ്ട്, നമുക്ക് നല്ല വിശപ്പുണ്ട്. ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു കുതിരനെ കിട്ടിയപ്പോൾ നമുക്ക് അത്രയ്ക്ക് നല്ല വിശപ്പുണ്ട്. പക്ഷേ ഒരു കുതിരനെ കുട്ടി എനിക്ക് തിന്നാൻ കഴിയോ, ഇല്ല. പക്ഷെ അത് ഓവറായിട്ട് ഞാൻ പറഞ്ഞത്. അത് പിന്നുള്ളത് അണ്ടർ സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ നന്ന താത്തിട്ട് പറയും. ഉദാഹരണത്തിന് ഇപ്പോൾ എൻ്റെ കൈയും കാലുള്ള 2 കഷ്ണമായി എന്നിട്ട് ഞാൻ പറയുന്നത് അത് ചെറിയ മുറിവാണ്, അത് വെച്ചാൽ വലിയ മുറിവാണ്, പക്ഷെ എന്നാൽ നല്ല അതൊരു വില ഇതാക്കിയിട്ട് പറയില്ല. അതിനാണ് അണ്ടർ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് സ്റ്റേറ്റ് ഓഫ് ഒബ്വിയസ്. അത് പറഞ്ഞു വെച്ചാൽ ഉള്ള കാര്യം തന്നെ വീണ്ടും പറയുന്നത്. ഇപ്പോൾ ഈ എക്സാമ്പിൾ കൊടുത്തത് വാട്ടർ ഈസ് വെരി വെറ്റ്. വാട്ടർ ഭയങ്കര നനവാണ്. വാട്ടർ പിന്നെ നനവലുണ്ടാവും, വെള്ളം പിന്നെ നനവലുണ്ടാവും. അപ്പോൾ അതൊരു കോമഡി പറയില്ലേ. അതന്നെ ഏതോ ഒരു ഇത് പറയുന്നുണ്ട്, ഈ ഫോറസ്റ്റിൽ എത്രയും ചെടി, കാരണം ഫോറസ്റ്റിൽ എന്തുണ്ടാവും ചെടിയേ ഉണ്ടാവും. അതായത് ഉള്ളത് തന്നെ കോമഡി ആയിട്ട് പറയും. പിന്നെ അബ്സേർഡിനിറ്റി എന്ന് വെച്ചാൽ ചളി തന്നെ. അതായത് ഒരു ലോജിക്കില്ലാത്ത സംഭവം പറയും. ചളി, സാധാരണ നമ്മൾ പറയുന്നത് ചളി, അതിനാണ് ഇത് പറയുന്നത്. ഇതൊരു വേർബൽ ഹ്യൂമറിന് പെടുന്നതാണ്. വിട്ട് കിട്ടൂല. ആ വേർഡ് ഇങ്ങനെ പറഞ്ഞു നോക്കാം. വേർഡിന്റെ ഓരോ സെന്റൻസും പഠിച്ചിട്ട് വെക്കാം. വേർഡ് അത് ടെക്സ്റ്റ് നല്ലോണം വായിക്കാം. അതും ജസ്റ്റ് ഇതിലും 1 വേർഡിനെ വരും, വേറെ മാർക്കിനൊന്നും വരില്ല. അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ വന്നിട്ട് ഇതെന്തിന്റെ എക്സാമ്പിൾ ആണെന്ന് ചോദിക്കും. പിന്നുള്ളത് വൺ ലൈനർ എന്ന് വെച്ചാൽ ഒരു ഒറ്റ ലൈനിലുള്ള ജോക്ക്. ലാസ്റ്റ് നോട്ടിൽ എഴുതാൻ തന്നെ. ഇപ്പോൾ ഈ എക്സാമ്പിൾ കൊടുത്തത് മാൻ ഷോട്ട് ആൻ എലിഫന്റ് ഇൻ പൈജാമാസ്, മാൻ ഇൻ പൈജാമാസ് ഷോട്ട് ആൻ എലിഫന്റ്. അങ്ങനെ ഇത് മാത്രം പഠിച്ചാൽ മതി. വൺ ലൈനർ ഇസ് എ ഷോർട്ട് റിമാർക്ക് ഓർ ജോക്ക് കൺസിസ്റ്റിംഗ് എ സിംഗിൾ ലൈൻ. പിന്നെ അത് ടോൾ ടൈൽ എന്ന് പറയുന്നത് ആൾക്കാർ എന്റർടൈനും ഇൻസ്പയറും അതുപോലെ തന്നെ ആൾക്കാർ ഇങ്ങനെ പഠിപ്പിക്കും, ഒരു ലെസൺ നൽകുന്ന സംഭവത്തെയാണ് ടോൾ ടൈൽ എന്ന് പറയുന്നത്. ടോൾ ടൈൽ ഇതിൽ 1 വേർഡിന് ചോദിക്കുക. വേണമെങ്കിൽ ഇത് ചോദിക്കും, ഫ്യൂച്ചർ ഓഫ് ടോൾ ടൈൽ. എന്താ ഫ്യൂച്ചർ എന്ന് ചോദിക്കുക. എക്സാഗ്രേഷൻ, ലാർജർ ദാൻ ലൈഫ് ക്യാരക്ടർ. അതായത് എക്സാഗ്രേഷൻ എന്ന് വെച്ചാൽ ഇങ്ങനെ വിശദീകരിച്ചിട്ട് എഴുതുന്നുണ്ട്. ടോൾ എന്ന് പറയുന്നത് വിശദീകരണം തോന്നില്ലേ, അതുപോലെ തന്നെ ലാർജർ ദാൻ ലൈഫ് ക്യാരക്ടർ. ടോൾ എന്ന് പറയുന്നത് വിശദീകരണം തോന്നില്ലേ, അതുപോലെ തന്നെ ലാർജർ ദാൻ ലൈഫ് ക്യാരക്ടർ. അതൊക്കെ തിരിഞ്ഞിട്ടില്ല. ഹ്യൂമർ എന്ന് വെച്ചാൽ കോമഡി. പിന്നെ എന്താണ് ഇംപ്രോബബിലിറ്റി. പിന്നെ ലാസ്റ്റ് ഒരു ഷോൻ്റെ ആയിട്ട് റിവ്യൂ ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ അത് ചോദിക്കും. അപ്പോൾ അൻകുറിക്ക ചോദിച്ചിട്ട് ഒരു സിനിമ നിങ്ങൾ കണ്ട് അതിൻ്റെ റിവ്യൂ ചെയ്തത്. ഈ ഷോനെ തന്നെ ചോദിക്കണമെന്നില്ല, നിങ്ങൾ കണ്ട ഏതെങ്കിലും സിനിമേൻ്റെ റിവ്യൂ, നിങ്ങൾ ഇന്നും വായിച്ച ഏതെങ്കിലും ബുക്കിൻ്റെ റിവ്യൂ, നിങ്ങൾ പോയ സ്ഥലത്തിൻ്റെ ഏതെങ്കിലും റിവ്യൂ, അതെല്ലാം ചോദിക്കുമ്പോൾ നിങ്ങൾ ആദ്യം അതിൻ്റെ റിവ്യൂ എഴുതി കൊടുക്കണം. നിങ്ങൾ ഇത് വായിക്കണോ, അങ്ങനെ ഇങ്ങനെ എഴുതി കൊടുക്കാം. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ലാഫ്. ചിരിയുടെ പ്രാധാന്യം എന്താണ്, ഒരു ചിരി എങ്ങനെയാണ് മനുഷ്യനെ എഫക്റ്റ് ചെയ്യുന്നത്. ഇതൊരിക്കൽ പബ്ലിക് എക്സാമിന് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് എസ്സേ ക്വസ്റ്റ്യൻ പോലെ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ചിരിയുടെ ഇമ്പോർട്ടൻസ് എന്താണ്, ചിരിച്ചാൽ എന്തെല്ലാം നമുക്ക് കിട്ടും, അങ്ങനത്തെ കാര്യങ്ങൾ ഈ ഒരു പാസേജ് റീഡ് ചെയ്തിട്ട് മനസ്സിലാക്കി വെക്കാം. ഭയങ്കര ഈസിയാണ്, ജസ്റ്റ് ഇങ്ങനെ മനസ്സിലാക്കി വരുന്നത്.